ഹലോ കൂട്ടുകാരെ, പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊരു കാര്യമാണ് എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, അവളെന്നെ സ്നേഹിക്കുന്നില്ല, അവൻ എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള കാര്യം. ഇതിൽ 5 കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്, നമ്മുടെ പാർട്ട്ണർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കാണുമ്പോൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാം, അതായത് അഭിനന്ദിക്കുക. ഈ അഭിനന്ദിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കറി വയ്ക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഉപ്പോ മുളകോ കുറഞ്ഞു പോയാൽ ഒരു കാര്യം പറയാം, വളരെ നന്നായിരുന്നു കറി, പക്ഷേ സ്വല്പം മുളകും കൂടി ആകാമായിരുന്നു, ഇല്ലെങ്കിൽ സ്വല്പം ഉപ്പും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആകുമായിരുന്നു. അങ്ങനൊരു കാര്യം പറയുമ്പോൾ ഈ ഭാര്യേനെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിൽ അവൾ ചിന്തിക്കുന്ന ഒരു കാര്യത്തിൽ, എന്നെ കുറ്റപ്പെടുത്തിയില്ലല്ലോ, കുറ്റപ്പെടുത്താതെ തന്നെ കുറവുള്ളതിനെ കാണിച്ചു തരികയാണ് ചെയ്തത്. നാളെ ഒരു കറി വയ്ക്കുമ്പോൾ അത് അവൾ ശ്രദ്ധിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. പക്ഷേ പല ഭർത്താക്കന്മാരും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, അവർ എന്ത് സാധനങ്ങൾ വെച്ച് കൊടുത്താലും അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനോഭാവമാണ്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചെന്നൊക്കെ പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, ഞാൻ ചെയ്യുന്നൊരു കാര്യം എത്ര തെറ്റായിക്കോട്ടെ, പക്ഷേ അത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വയ്ക്കുന്ന കറികൾ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലത്തെ കുറവിനെ മനസ്സിലാക്കി തരുമ്പോൾ എനിക്ക് നാളെ ഒരു സംഭവം ചെയ്യുമ്പോൾ എനിക്കത് കുറച്ചും കൂടി വൃത്തിയായിട്ട് ചെയ്യാനായിട്ടാണ് സാധിക്കുക. അത് ആണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ഭാര്യയോ ഭർത്താവോ ചെയ്യുന്നതാകട്ടെ, അതിൽ കുറച്ച് ഒരു ആകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇപ്പോൾ ഭർത്താവിനെ സംബന്ധിച്ച് തൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അത് ഭാര്യ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുക്കളയിൽ സർവീസ് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാനും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണോ, ചിലപ്പോൾ ആ വ്യക്തി പറയുക വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ആ ചോദിച്ച ചോദ്യം അതവളെ മനസ്സിൽ കൊണ്ടു. പിന്നെ അവൾ പറയും വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം. അവൾക്കപ്പോൾ ഒരു ഊർജ്ജമാണ് വരുന്നത്. കാരണം അവളെ സംബന്ധിച്ച് അവൾ അങ്ങനെ ഒരു വാക്ക് കേൾക്കാനായിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്നവളാകാം. അപ്പോൾ അവൾക്കൊന്നും കൂടി എനർജി കിട്ടി. അവൾ പറഞ്ഞു വേണ്ട ഞാൻ ചെയ്തോളാം. അതിന് പകരം ഇതുവരെ ഒന്നും തീർന്നില്ലേ, എന്തുകൊണ്ട് നിനക്ക് ഇത്ര നേരം ഉണ്ടായിട്ട് ചെയ്ത് കഴിക്കാൻ പറ്റിയില്ല, ഞാൻ വരുമ്പോൾ മാത്രമാണോ നിനക്ക് ഈ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് എനിക്കായിക്കോട്ടെ വേറെ ഏത് സ്ത്രീകൾക്കായിക്കോട്ടെ അത് താല്പര്യം കാണത്തില്ല. മൂന്നാമത്തെ കാര്യമാണെങ്കിൽ ആ വിവാഹ വാർഷികം, ഇല്ലെങ്കിൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെ ജന്മദിനങ്ങൾ, അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ടായിരിക്കാം, പക്ഷേ ഭാര്യനെ സംബന്ധിച്ച് ഭർത്താവിൻ്റെ ഒരു പിറന്നാൾ വരുമ്പോൾ അല്ലെങ്കിൽ വിവാഹ വാർഷികം വരുമ്പോൾ വലിയ എമൗണ്ടിനുള്ള സംഭവങ്ങളൊന്നും വാങ്ങണമെന്നില്ല. തൻ്റെ കൊക്കിലൊതുങ്ങാവുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ വ്യക്തിനെ സംബന്ധിച്ച് ഞാൻ ഇത്ര നാളും കഷ്ടപ്പെട്ടിട്ട് എന്നെ അവളൊന്ന് ഓർത്തല്ലോ. തിരിച്ചും അറിയാതെയാണെങ്കിലും അടുക്കളയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ വിവാഹവാർഷികവും അതുപോലെ തന്നെ ഇതുപോലുള്ള അവളുടെ ബർത്ത്ഡേ വെക്കുന്ന മനസ്സിലോർത്തുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു പൊതി വാങ്ങിച്ചു കൊണ്ടുവന്ന് അവൾ സർപ്രൈസ് കൊടുക്കുമ്പോൾ, അവൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു 10 പവൻ്റെ മാലയോ അല്ലെങ്കിൽ 5 പവൻ്റെ വളയോ അതൊന്നും ആവശ്യമൊന്നുമില്ല അവർക്ക്. പക്ഷേ അവരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റ് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ, നിങ്ങൾക്ക് 100 രൂപയുടെ സാധനം വാങ്ങിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ ആ ഒരു 100 രൂപയുടെ സാധനം അത് വാങ്ങിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓർക്കപ്പെടേണ്ട ദിവസങ്ങൾ ഒന്ന് ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ് ചെയ്യുമ്പോൾ അത് ഒരുപാട് ആ ബന്ധങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ്. നാലാമത്തെ കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതെ കുറച്ച് സമയം അവർക്ക് വേണ്ടി മാത്രം ചിലവഴിക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയം, ചേട്ടൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയം 2-2ആണ്. പക്ഷേ എത്ര തല്ല് പിടിച്ച ദിവസമാണെങ്കിലും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ പരസ്പരം കുറച്ച് നേരമെങ്കിലും ഇരുന്ന് സംസാരിക്കും. അധിക സമയമൊന്നും വേണ്ട, ചിലപ്പോൾ 1-2 കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് സംസാരിക്കാണ്ടാവുള്ളൂ. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കും. ആ സമയത്ത് ആരെങ്കിലും പുറത്തുനിന്ന് വരികയാണെങ്കിൽ അവർ പോയി കഴിയുമ്പോൾ ഞങ്ങൾ എന്തായാലും സംസാരിച്ചിട്ടേ കിടന്നുറങ്ങും. ചിലപ്പോൾ രാത്രിയിലായിരിക്കും തല്ല് നടക്കുക, പക്ഷേ എങ്കിൽ പോലും പിറ്റേ ദിവസമാകുമ്പോൾ ഞങ്ങളത് പറഞ്ഞ് തീർത്ത് വീണ്ടും ഞങ്ങളുടെ ജീവിതം ആരംഭിക്കും. ഒരുപാട് ബഹളങ്ങളുണ്ടായിട്ടുണ്ട്, ഓരോ ദിവസവും ഞങ്ങൾക്ക് ഓരോരോ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ തമ്മിൽ കുറച്ച് സമയം
വർത്തമാനം പറയാൻ കണ്ടെത്തും. ചിലപ്പോൾ ഞങ്ങളുടെ യാത്രകളിലായിരിക്കാം. എപ്പോഴും ആയിക്കോട്ടെ, നമ്മൾ പരസ്പരം മിണ്ടാതിരിക്കുന്ന പല കുടുംബങ്ങളാണ് തകർന്ന് തരിപ്പണാവണത്. ഈയിടെ ഒരു കുടുംബത്തിലുണ്ടായൊരു സംഭവം എന്ന് പറയണത്, ഭർത്താവ് ജോലിക്ക് പോയിട്ട് ഒരു 9 മണി 9:30 കയറി വരും. ഭാര്യ ജോലിക്ക് പോയിട്ട് അവളൊരു 5 മണിയാകുമ്പോൾ കയറി വരും. അവളതെല്ലാ ജോലികളും കഴിഞ്ഞ് അവൾ നേരെ അവളുടെ മൊബൈൽ എടുത്ത് വെച്ച് അവൾക്കുള്ള കൂട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളൊക്കെ ആയിട്ട് സംസാരം, വീട്ടിലെ പണികളും നടക്കുന്നുണ്ട്. ഭർത്താവിനെ സംബന്ധിച്ച് അദ്ദേഹം ജോലിക്ക് പോയിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ക്ഷീണമുണ്ട്. അവൻ വരുന്നു, കാപ്പി കുടിക്കുന്നു, കുറച്ച് നേരം റിലാക്സ് ചെയ്യുന്നു. ചിലപ്പോൾ കിടന്നുറങ്ങിയിട്ടായിരിക്കാം, ചിലപ്പോൾ TV കണ്ടിട്ടായിരിക്കാം, മൊബൈൽ കണ്ടിട്ടായിരിക്കാം. അത് കഴിയുന്നു, അവൻ വീണ്ടും അവൻ്റെ ജോലികളിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഭാര്യയ്ക്ക് ഉറങ്ങേണ്ട സമയമായി. ഭാര്യ നേരെ പോയി കിടന്നുറങ്ങുന്നു. അപ്പോൾ ഭർത്താവ് കുറേ നേരം മൊബൈൽ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഭർത്താവ് ചെല്ലുന്ന സമയത്ത് ഭാര്യ ഉറക്കത്തിൽ ഒരു കാര്യത്തിനും സമ്മതിക്കത്തില്ല. എവിടെ സംസാരം നടക്കുന്നത്? അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പരസ്പരമുള്ള സംസാരമില്ലായ്മയായിരുന്നു. അത് പതുക്കെ വീട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിച്ച് അവസാനം അവിടുത്തെ അമ്മയ്ക്കാണ് എല്ലാ കുറ്റപ്പെടുത്തണം. അമ്മ കാരണമാണ്, അമ്മയല്ല കാരണം. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരാത്തതിന് വേറൊരാളെ അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിടുകയാണ്. അതും കഴിഞ്ഞ് പിന്നെ അവരുടെ ചേട്ടൻ്റെയും ചേട്ടത്തിൻ്റെയും ജീവിതങ്ങളിലേക്കായി. അവർ കാരണമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് പല കുടുംബങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു ഭാര്യയിലും ഭർത്താവിലും അടങ്ങി നിൽക്കേണ്ട കാര്യങ്ങൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാതെ വരുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് കൂടി പ്രസരിപ്പിക്കുക. അതാണ് അവിടെ സംഭവിച്ചത്. 5ാമത്തെ കാര്യമാണ് ഫിസിക്കൽ ടച്ചിങ്, ശാരീരികമായിട്ടുള്ള ബന്ധം. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ അങ്ങനൊരു സംഭവമില്ലെങ്കിൽ, ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്നും ലഭിക്കേണ്ട സംഭവങ്ങൾ ലഭിക്കാതെ വരുന്ന സമയത്ത് വേറൊരു സ്ത്രീയെ നോക്കുമ്പോൾ അതിനെ എവിടെ തെറ്റ് പറയാൻ സാധിക്കും? ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ അവൾ വേറൊരു പയ്യനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു പുരുഷനെ നോക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് തെറ്റ് പറയാൻ നമുക്ക് സാധിക്കുന്നത്? നീ കൊടുക്കേണ്ട സംഭവങ്ങൾ, നീ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നീ അവിടെ ചെയ്തു കൊടുക്കാതെ അവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെയാണ് ഇതിൽ സമയം കണ്ടെത്തേണ്ടത്. നിങ്ങൾ പരസ്പരമുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ മറ്റുള്ളവരാണ് കാരണക്കാർ. ഈയിടെ അടുത്തുണ്ടായ ഒരു സംഭവത്തിൽ 2 പേരും പരസ്പരം 2 റൂമുകളിലാണ് ജീവിക്കുന്നത്. മക്കളുണ്ട്. എവിടെയാണ് അവിടെ വിവാഹ ജീവിതത്തിൻ്റെ പവിത്രത എവിടെയാണ് കാണുന്നത്? അവിടെ ഇല്ല ആ സംഭവം. അതിന് ഓരോരോ കാരണങ്ങൾ 2 പേരും കണ്ടെത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ല, അത് അവർ 2 പേരും എടുക്കേണ്ട തീരുമാനങ്ങൾ അവിടെ ഒരുമിച്ച് എടുത്തിരുന്നെങ്കിൽ അവിടെ അത്രയും വലിയ സ്ഫോടനങ്ങളൊന്നും നടക്കില്ല അവിടെ ആ വീട്ടിൽ. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 5 കാര്യങ്ങളിൽ 1ാമത്തെ അഭിനന്ദനവും, 2ാമത്തെ പരസ്പര സഹായം, 3ാമത്തെ അവരുടെ ഓർമ്മ ദിവസങ്ങളിൽ, അവർക്ക് ഓർക്കേണ്ടതായിട്ടുള്ള ദിവസങ്ങളിൽ ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവരെ സ്നേഹിക്കുക. 4ാമത്തേതാണ് പരസ്പരമുള്ള തുറന്നു പറച്ചിൽ. 5ാമത്തേതാണ് ശാരീരികമായിട്ടുള്ള ബന്ധം. ഈ 5 കാര്യങ്ങൾ സക്സസ് ആണോ നിങ്ങളുടെ ജീവിതം വളരെ ലാഘവത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ 5 കാര്യങ്ങൾ ഉൾപ്പെട്ട ഒരു ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം ക്ഷമിക്കാനും സഹിക്കാനും സാക്രിഫൈസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട്. അതിനിടയിലേക്ക് 3ാമതൊരാൾ വന്നുപെട്ടാൽ 2 പേർക്കും 2 ലെവലിൽ നിന്നിട്ട് അതിനെ തുരത്തി ഓടിപ്പിക്കാനായിട്ട് സാധിക്കും. ആയതിനാൽ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഇത് ഉപകാരമാണെങ്കിൽ നിങ്ങൾ പരസ്പരം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കുക. താങ്ക് യു.